ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ വരാൻ പോകുന്ന ഒരു മനോഹരമായ എപ്പിസോഡിന്റെ കഥയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇപ്പോൾ അലീന താമസിക്കുന്നത് സ്റ്റാൻലി ജോസഫിന്റെ കൂടെ കുളത്തൂപ്പുഴയിലുള്ള സ്റ്റാൻലി ജോസഫിന്റെ ബംഗ്ലാവിലാണ് കേട്ടോ. അവിടെയും അലീന പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ. ആ വീട്ടില് അലീനയുടെ കൂടെ സ്റ്റാൻലി ജോസഫും പിന്നെ അവരുടെ രണ്ട് സഹായികളും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. പല സംശയങ്ങളും അലീനയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഉടലെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പതിയെ പതിയെ അലീന ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് അലീന വന്നു എന്ന വിവരം അറിഞ്ഞിട്ട് പല ബന്ധുക്കളും സ്റ്റാൻലിയെ ചോദ്യം ചെയ്യാൻ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരിൽ ഒരാളാണ് റീത്താമ്മയും സ്റ്റാൻലി ജോസഫിന്റെ മകളായിട്ടുള്ള ടാനിയയും. അവർ രണ്ടുപേരും സ്റ്റാൻലി ജോസഫിനെ കാണാൻ വരുന്നുണ്ട്. റീത്താമ്മ എന്ന് പറയുന്നത് സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യയുടെ ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ അവര് വരുന്നുണ്ട്. സ്റ്റാൻലി ജോസഫിനെ നല്ല രീതിയിൽ അസഭ്യം പറയുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് കനത്ത മറുപടി സ്റ്റാൻലി ജോസഫ് നൽകുന്നുണ്ടെങ്കിലും താൻ ചെയ്യുന്ന തെറ്റ് സ്റ്റാൻലി ജോസഫ് അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലം ഇല്ലാത്തൊരു മകള് ഇപ്പൊ തനിക്ക് എവിടെ നിന്നുണ്ടായി? ഏതോ ഒരു സ്ത്രീയിൽ പിഴച്ചു വെച്ച പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിക്കാൻ തനിക്ക് നാണമില്ലേടോ? ഇതാണോ നിങ്ങളുടെയൊക്കെ അഭിമാനം, അന്തസ് എന്നൊക്കെ പറയുന്നത്? കൊട്ടാരമുറ്റം തറവാട്ടുകാരുടെ അന്തസ് ഇതാണോ? നാഴികയ്ക്ക് 40 വട്ടം അന്തസ് അന്തസ് അഭിമാനം എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ നാവിപ്പ് ഇറങ്ങിപ്പോയോ എന്നൊക്കെ റീത്ത അമ്മ കണക്കിന് സ്റ്റാൻലി ജോസഫിനോട് പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി ജോസഫിനെ എല്ലാവർക്കും ഭയമാണ്. സ്റ്റാൻലി ജോസഫിന്റെ മുന്നിൽ വന്നൊന്ന് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ കൂട്ടർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവര് വരണമെങ്കിൽ സ്റ്റാൻലി ജോസഫ് അത്തരത്തിലൊരു നെറികേട് ചെയ്തത് കൊണ്ടാണ് അവർ ആ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ജോസഫിനോട് അലീനയെ പറ്റി മോശമായിട്ടൊക്കെ റീത്താമ്മ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റാൻലി ജോസഫ് റീത്താമ്മയ്ക്ക് അതിരൂക്ഷമായ രീതിയിൽ മറുപടി നൽകുന്നത് കേട്ടോ. അവള് എന്റെ മകളാണെന്ന് വെച്ചാൽ അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കും. എനിക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയില് ഒരു മകളുണ്ടായി എന്ന് വെച്ച് നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് അങ്ങനെ ഒരു മകൾ ഉണ്ടായിപ്പോയി. എന്റെ കല്യാണത്തിന് മുന്നേ സംഭവിച്ചതാണ്, അതായത് കല്യാണം കഴിഞ്ഞ് സംഭവിച്ചതൊന്നും അല്ലല്ലോ. ഇനി അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, എനിക്കതിന് പറ്റൂല. അവള് ഇവരെ പോലെ തന്നെ ഈ വീട്ടിൽ താമസിക്കും. ഇവരാരും എന്റെ കൂടെ താമസിക്കുന്നില്ലല്ലോ, അപ്പൊ എനിക്ക് ഒരു മകള് വേണ്ടേ? അവള് എന്റെ കൂടെ തന്നെ താമസിക്കും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു വന്നാലും അലീനെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരു കാരണവശാലും പറഞ്ഞയക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. അതിന് നിങ്ങൾ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്കത് പ്രശ്നമല്ല. അവളെ എന്റെ വെപ്പാട്ടിയാണെന്നോ എന്റെ കൂടെ ഞാൻ പുതിയതായി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആളാണെന്നോ എങ്ങനെ വേണമെച്ചാൽ നിങ്ങൾക്ക് ന്യായീകരിക്കേ നിങ്ങൾക്ക് പറഞ്ഞു പറ്റുക ചെയ്യും. കാരണം അങ്ങനെ ഗോസിപ്പുകൾ പറഞ്ഞു പരത്താൻ പറ്റിയ കുടുംബക്കാരാണല്ലോ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞ അവരെയും സ്റ്റാൻലി ജോസഫ് അപമാനിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, റീത്താമ്മ ഇപ്പൊ പോവും, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയാണ്, അലീന എന്റെ മകളാണ്. എനിക്ക് മറ്റൊരു സ്ത്രീയില് ഒരു സമയത്ത്, അതായത് ഞാന് മിലിറ്ററിയിലൊക്കെ ആയിരുന്ന ആ സമയത്ത് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് അത്. പിന്നീടാണ് ഞാനും നിങ്ങളുടെ അനിയത്തിനെ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായതും അതിൽ 3 മക്കൾ ജനിച്ചതൊക്കെ. അവരുടെ ചേച്ചിയാണ് അലീന. അവർക്ക് അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ കണ്ടോട്ടെ, കാണണമെന്ന് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ അലീനനെ ഇവിടുന്ന് പറഞ്ഞയക്കാമെന്നും വ്യാമോഹിച്ചിട്ട് ഒരുത്തനും ഈ പടി ചവിട്ടി വരണ്ട. നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ അനുജന്മാരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റീത്താമ്മനെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ റീത്താമ്മ പോവാനൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റാൻലി ജോസഫിന്റെ നിന്ന് മടങ്ങിയെങ്കിലും റീത്താമ്മ നേരെ പോകുന്നത് അലീനയുടെ അടുത്തേക്കായിരിക്കും കേട്ടോ. അലീനേനെയും കണക്കിന് പറയുന്നുണ്ട് റീത്താമ്മ. ഇപ്പൊ ഒരു കിളവിനെ കണ്ടുപിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഭാര്യ മക്കളൊക്കെ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണല്ലോ, മനസ്സിലാക്കിയിട്ടായിരിക്കും നിന്റെ എഴുന്നള്ളിപ്പല്ലേ. ഈ കാണുന്ന തോട്ടവും പറമ്പും ഈ ബംഗ്ലാവൊക്കെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ ഈ വരവെങ്കിൽ അത് നടക്കില്ല മോളെ. ഈ റീത്താമ്മ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. എന്റെ അനുജത്തിക്ക് അവളുടെ മക്കൾക്കും അധികാരപ്പെട്ടതും അവകാശപ്പെട്ടതുമാണ് ഈ സ്ഥലവും ബംഗ്ലാവൊക്കെ. അതിലൊരാളും കൈക്കെടുത്താൻ ഈ റീത്താമ്മ സമ്മതിക്കില്ല. ഇന്നേക്ക് 90ാമത്തെ ദിവസം നിന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും. അതല്ലെങ്കിൽ ഈ റീത്താമ്മ മറ്റൊരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. നീ ഈ കിളവനെയും കെട്ടിപ്പിടിച്ച് ഈ വീട്ടിൽ ജീവിക്കാനൊന്നും വിചാരിക്കണ്ട. നിന്നെ പോലെ പിഴച്ചു പെറ്റവർക്ക് ജീവിക്കാൻ പല സ്ഥലങ്ങളുണ്ടായിരിക്കും, ജീവിക്കാൻ പല വഴികളുണ്ടായിരിക്കും. അതെന്തെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കിക്കോ. അല്ലാതെ ഒരു കുടുംബം തകർക്കാൻ ഈ വീട്ടിൽ നിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അതിന് സമ്മതിക്കില്ല, അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അലീനയ്ക്ക് ഇവർ ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലായി വരുന്നേ ഉള്ളൂ കേട്ടോ. കൂടെ വന്നിരിക്കുന്നത് തന്റെ സ്വന്തം ചോരയാണ്, തന്റെ സഹോദരിയാണ് എന്ന് കൂടി അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അവരെന്തൊക്കെയോ പറഞ്ഞു അലീനേനെ കുറെ ഭീഷണിപ്പെടുത്തി, കുറെ കുറ്റപ്പെടുത്തി, പല മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അതൊക്കെ അലീനയ്ക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇവര് പോയതിനു ശേഷം ആന്റപ്പനോട് ചോദിച്ചിട്ടാണ് ഇവ ആരൊക്കെയാണ് വന്നിരുന്നത്, അവരെന്തിനാണ് വന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അലീന മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് പപ്പയുടെ ഭാര്യയുടെ ചേച്ചിയും പപ്പയുടെ മകളും ആണ് വന്നിരുന്നത് എന്നൊക്കെ അലീന മനസ്സിലാക്കുക കേട്ടോ. അവളോടൊന്ന് സംസാരിക്കാനോ അവളെ ഒന്ന് നേരെ നോക്കാൻ പോലും തനിക്ക് പറ്റിയില്ലല്ലോ. ഇനി ഈ കുടുംബം ഞാൻ കാരണം തകരുമോ, ഇവിടെയും എനിക്ക് നെടുമ്പരക്കിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന പോലത്തെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതുപോലത്തെ ചീത്ത പേരുകൾ എനിക്ക് ഇവിടെയും കേൾക്കേണ്ടി വരും എന്നുള്ളൊരു പേടി അലീനയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവട്ടോ. ആ സമയത്താണ് അവളുടെ അടുത്തേക്ക് അവധക്കുട്ടിച്ചായൻ വരുന്നത്. അവധക്കുട്ടിച്ചായന് അലീന എന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ. ആദ്യം അലീനയെ കൊണ്ടുവരണ്ട, അവള് ഏത് വഴിക്കെങ്കിലും പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് അവധക്കുട്ടിച്ചായൻ. ഇപ്പൊ അലീന എന്ന് പറഞ്ഞാൽ അവധക്കുട്ടിച്ചായന് ജീവനാണ്. കാരണം തന്റെ ഭാര്യയുടെ അതേ പകർപ്പാണ് അലീന. തന്റെ ഭാര്യയായ ചിന്നമ്മയുടെ അതേ മുഖസാദൃശ്യമുള്ള തന്റെ പേരക്കുട്ടിയെ ഒരിക്കലും വെറുക്കാൻ അവധക്കുട്ടിച്ചായന് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സൊന്ന് വേദനിക്കുന്നതും അവധക്കുട്ടിച്ചായന് കാണാൻ കഴിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അലീനയുടെ മുറിയിലേക്ക് അവധക്കുട്ടിച്ചായൻ വരുന്നുണ്ട്. എന്താ മോളെ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്, മുഖമെല്ലാം വാടിയിരിക്കുന്നല്ലോ, എന്തു പറ്റി? വല്യപ്പച്ചൻ എപ്പോഴാ വന്നത്? ഇവിടെ എന്താ നടന്നെന്ന് വല്യപ്പച്ചൻ അറിയോ? ഒക്കെ ഞാൻ അറിഞ്ഞു, ഒക്കെ എന്നോട് ആന്റപ്പൻ പറഞ്ഞു. അതിന് നീ എന്തിനാ ഇങ്ങനെ വാടിയിരിക്കുന്നത്? അവര് ലാലിച്ചിനെ കാണാനല്ലേ വന്നത്, അവര് തമ്മിൽ എന്തെങ്കിലും പങ്കിട്ടും പറയും, അതൊക്കെ ഉള്ളതാണ് എപ്പോഴും. നീ അതാ ആലോചിച്ചൊന്നും വിഷമിക്കണ്ട. അതല്ല വല്യപ്പച്ച, അവരെ എന്നെ കാണാൻ ഈ റൂമിലും വന്നിരുന്നു. എന്നോട് വളരെ മോശമായിട്ടാ പെരുമാറിയത്. എന്നെ അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പിഴച്ചു പ്രസവിച്ചതാണ്, ഞാൻ അച്ഛന്റെ വെപ്പാട്ടിയാണ്, അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പപ്പയുടെ വെപ്പാട്ടിയാണ്, പപ്പയുടെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിഞ്ഞു കയറി വന്നവളാണ്, ദുഷ്ടബുദ്ധിയാണ് എനിക്ക്, അങ്ങനെ പല രീതിയിൽ അവരെന്നെ പറഞ്ഞു വെല്ലിപ്പച്ച. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് പോലും വിചാരിച്ചതല്ല. ഇനിയിപ്പോ ഞാൻ കാരണം ഈ കുടുംബം കൂടി, എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അമ്മയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ഞാൻ ഒരുപാട് അനുഭവിച്ചു. എന്റെ അമ്മയുടെ കൂടെയും എന്റെ സഹോദരങ്ങളുടെ കൂടെയും കുറച്ച് ദിവസം താമസിക്കാം, എന്റെ അമ്മേനെ ദൂരത്ത് നിന്നാണെങ്കിൽ എനിക്ക് കാണാലോ, എന്റെ സഹോദരങ്ങളോട് കൂടെ കഴിയാലോ എന്നൊക്കെ വിചാരിച്ചു ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത്. പക്ഷെ എനിക്ക് അവിടുന്ന് അനുഭവിക്കേണ്ടി വന്നത്, ഞാൻ അത്രയും കാലം അനാഥാലയത്തിലായിരുന്നപ്പോ പോലും എനിക്കൊരു അനാഥയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നെടുമ്പരക്കിലേക്ക് കാലെടുത്ത് വെച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാനൊരു അനാഥയാണ്, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്, ഞാൻ എന്തിനീ ഭൂമിയിൽ ജനിച്ചു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നെ ജനിപ്പിച്ചവർ തന്നെ എന്നെ ഇങ്ങനെ കുത്തി നോവിപ്പിക്കുക, അടിച്ചിറക്കി വിടുക, എന്തൊക്കെ ഞാൻ ആ വീട്ടിൽ അനുഭവിച്ചു എന്നറിയോ വല്യപ്പച്ചന്? എന്തിനായിരുന്നു ഇവരെന്നെ ജനിപ്പിച്ചത്, എന്തിനായിരുന്നു എന്നെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചത്, അന്നേ കൊന്നു കളയാറുന്നില്ലേ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അലീനക്ക് അറിയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അവധക്കുട്ടിച്ചായന്റെ മനസ്സിൽ ഒരു മുറിവായി നിലനിൽക്കുകയാണ് കേട്ടോ. കാരണം താനും കൂടി ചേർന്നിട്ടാണല്ലോ അന്ന് അലീനേനെ ആ അനാഥാലയത്തിൽ കൊണ്ടുചെന്നാക്കാൻ കാരണക്കാരനായത്. തന്റെ കൂടി ബുദ്ധി അതിലുണ്ടായിരുന്നു, തന്റെ കൂടി കൈ അതിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്ന അവധക്കുട്ടിച്ചായന് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അവധക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, നീ വിഷമിക്കല്ലേ, നീ കാരണം ഈ വീട്ടിൽ ഒന്നും നടക്കില്ല, ഈ വീട്ടിൽ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, നീ അതോർത്തൊന്നും പേടിക്കണ്ട. നിന്നെ അവള് തിരിച്ചറിയാതിരുന്നിട്ടല്ലേ, പക്ഷെ ഇപ്പൊ ഇവിടെ സ്റ്റാൻലിക്ക് നിന്നെ അറിയാലോ, നീ ആരാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ആരും നിന്നെ നോവിക്കാനോ കുത്തുവാക്കുകൾ പറഞ്ഞ് നിന്നെ പരിഹസിക്കാനോ ഒന്നും ആരും ഈ വീട്ടിലേക്ക് വരില്ല. അതിനൊന്നും ലാലിച്ച് സമ്മതിക്കില്ല. നീ ലാലിച്ചിനെ വിശ്വസിക്കേ, അവൻ നിന്നെ വിട്ടുകളയില്ല. ആയിക്കോട്ടെ, പക്ഷെ പപ്പയുടെ കുടുംബം, പപ്പയുടെ ഭാര്യ, മക്കള് എല്ലാവരും പപ്പേനെ തെറ്റിദ്ധരിക്കില്ലേ, പപ്പേനെ വെറുക്കില്ലേ, പപ്പേനെ ഒരു മോശക്കാരനായി ചിത്രീകരിക്കില്ലേ? ഞാൻ കാരണം ഇങ്ങനൊരു മകളുണ്ടെന്ന് അവർ ഇത്രയും കാലം അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ പപ്പയുടെ മകളാണ്, പപ്പയ്ക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളാണെന്നൊക്കെ പറയുമ്പോ അതാരെങ്കിലും അംഗീകരിച്ചു വരുമോ? ഞാനിവിടെ നിൽക്കുന്നില്ല വല്യപ്പച്ച, എനിക്ക് പറ്റില്ല ഇനിന്ന് പറയുമ്പോ അവധക്കുട്ടിച്ചായൻ പറയുന്നുണ്ട് കേട്ടോ, നിന്നെ ഞാൻ എവിടേക്കും വിടില്ല. എന്റെ പേരക്കുട്ടികളിൽ എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാണ്. പിന്നെ ലാലിച്ചിന്റെ കുടുംബം, അതൊക്കെ എന്നെ തകർന്നതാണ് മോളെ. അവരൊന്നും ലാലിച്ചിനെ കാണാനോ ലാലിച്ചിനോട് സംസാരിക്കാനോ ഒന്നും വരില്ല. ലാലിച്ചിന്റെ ഭാര്യ എലിസബത്ത് അവളുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെയായി. റീത്താമ്മ പറയുന്നത് അവൾക്ക് എപ്പോഴും വേദവാക്യം, ലാലിച്ചിനെയൊന്നും അവർക്ക് ഇഷ്ടമേ അല്ല.
ലാലിച്ചിന്റെ മുന്നിൽ വന്നൊന്ന് സംസാരിക്കാൻ പോലും അവരുടെ കുടുംബത്തിൽ ആരും ധൈര്യപ്പെടില്ല. പിന്നെ ഈ സ്വത്തുക്കളും ഈ വീടും അത് ആർക്ക് കൊടുക്കണമെന്ന് ലാലിച്ചനാണ് തീരുമാനിക്കുന്നത്. കാരണം അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം. അവന്റെ മക്കൾക്ക് വേണ്ടത് അവൻ കൊടുക്കും. അതുപോലെ നിനക്ക് അവനൊരു എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും, അത് നിനക്കും അവൻ തരും. അതിലൊന്നും നീ തലയിടണ്ട, നീ അതിനെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. എലിസബത്തും കുട്ടികളും ഒരു ഭാഗത്ത്, നീ ഒരു ഭാഗത്ത്. ലാലിച്ചൻ അറിയാം എല്ലാവരെയും ഏത് രീതിയിൽ നോക്കണം, എങ്ങനെയൊക്കെ സംരക്ഷിക്കണമെന്ന്. നീ അനാഥയായിട്ട് 23 വർഷം ജീവിച്ചതാണ്. അവന്റെ മകളായിട്ട് ജനിച്ചിട്ട് 23 വർഷം അനാഥയായി ജീവിക്കേണ്ടി വന്ന നീ എന്തൊക്കെ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ നിന്നെ ഈ ഒരു രാജകുമാരിയെ പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി സ്നേഹിക്കണം എന്നാണ് ലാലിച്ചന്റെ മനസ്സിൽ. അതവൻ ചെയ്യും. ഇനി അതിന് ആരൊക്കെ തട്ടുകേടായിട്ട് വന്നാലും അതൊക്കെ അവൻ നോക്കിക്കോളും. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നിനക്ക് നെടുമ്പുരയ്ക്കൽ വീട്ടിലെ വൈജയന്തിയുടെ കയ്യിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളൊന്നും ഈ വീട്ടില് നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല. അത് ഈ വല്യപ്പച്ചന്റെ ഉറപ്പാ. നിന്റെ ഒരു ഇഷ്ടത്തിനും ഞങ്ങൾ ആരും എതിര് നിൽക്കില്ല. നിന്നെ സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങൾക്കിനി സാധിക്കൂ. അത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ. എന്നിട്ട് അലീനയുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് അവതരിപ്പിച്ചായും പറയുന്നുണ്ട് കേട്ടോ, ഒരു തരത്തില് ഞാനും കാരണക്കാരനാണ് നിന്നെ അനാഥയാക്കാൻ. അതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്തേ മതിയാവൂ. ഇനിയുള്ള കാലം നീ അനാഥയായിരിക്കില്ല. ഒരു കോടീശ്വരന്റെ മകളാണ് നീ. അതേപോലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് വേണം ഇനിയുള്ള ജീവിതം നീ ജീവിക്കാൻ. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോവരുത്. ഞങ്ങളൊക്കെ നിന്നെ സ്നേഹിക്കുന്നില്ലേ, അതുപോലെ നിനക്ക് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നത്, മതി വല്യപ്പച്ച, പക്ഷെ വേറൊരു കുടുംബം തകർത്തിട്ട് എനിക്ക് ജീവിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ കാരണം ഒരിക്കലും എന്റെ അച്ഛനും അമ്മയും വിഷമിക്കരുത് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ആരാന്ന് പോലും അവരറിയരുതെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാന്. പക്ഷെ വിധി ഇങ്ങനെയൊക്കെ എന്നെ കൂട്ടിച്ചേർത്തു. എന്നാലും ഞാൻ കാരണം ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ആളാണ്. ഇപ്പോ അച്ഛന് ഇവരൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ മോശമായി പറയുമ്പോ ഇനി എത്ര പേര് വരും. അച്ഛന്റെ സഹോദരങ്ങൾ പോലും ചിലപ്പോ അച്ഛനെ കുറ്റപ്പെടുത്തിയെന്ന് വരും. അതൊക്കെ ഞാൻ കാരണമാവില്ലേ? ഒന്നുമില്ല. എന്റെ മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അതിനൊന്നും ആവശ്യമില്ല. നീ സ്റ്റാൻലി ജോസഫ്, കൊട്ടാരം മുറ്റത്ത് സ്റ്റാൻലി ജോസഫിന്റെ മൂത്ത മകളാണ്. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ വിശേഷിപ്പിക്കൂ. ഇനി അത് ഓർത്ത് നീ വിഷമിക്കരുത്. അതല്ല, നീ പട്ടിണി കിടക്കാണ്, നീ നിരാഹാര സമരത്തിലാണ് എന്നൊക്കെ ഞാൻ കേട്ടുവല്ലോ. അതെന്താ ഉദ്ദേശം? അതിവിടെ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. ചിലവരുടെ പ്രവർത്തികളൊക്കെ മാറ്റണം, ചിലരുടെ ചിട്ടകളും മാറ്റണം. അതിനുവേണ്ടി ഞാൻ നിരാഹാരം ഇരിക്കുകയാണ് വല്യപ്പച്ച. വല്യപ്പച്ചൻ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അൻ്റപ്പൻ എന്നോട് പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. നീ പട്ടിണി കിടന്നിട്ടൊന്നും ലാലിച്ചന്റെ മനസ്സ് മാറുന്നു നീ വിചാരിക്കണ്ട. അവനൊരു ചിട്ടയിലാണ് ജീവിക്കുന്നത്. ആ ചിട്ട മാറിയില്ല. എന്ത് ചിട്ട? രാവിലെ മുതൽ അന്ത്യോളം കള്ളു കുടിക്കുന്നതാണോ ചിട്ട? അതൊക്കെ മാറ്റണം വല്യപ്പച്ച. ഞാൻ വിചാരിച്ച മാറ്റും. പിന്നെ പട്ടിണി കിടക്കുക, അതൊക്കെ ഞാൻ ശീലിച്ചിട്ടുള്ള കാര്യങ്ങളാ. അനാഥാലയത്തിൽ എത്ര ദിവസം ഞങ്ങൾ പട്ടിണി കിടന്നതെന്ന് അറിയോ വല്യപ്പച്ചന്? അതൊന്നും വല്യപ്പച്ചൻ ഓർത്ത് ടെൻഷൻ ആവണ്ട. ഈ വീട്ടിൽ മാറ്റങ്ങൾ വരുത്തും എന്ന് അലീന തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അലീന നടത്തുതന്നെ ചെയ്യും. പപ്പയ്ക്ക് ഉള്ളതിന്റെ ഒരു ലേശം വാശിയെങ്കിലും എനിക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാ പറയുന്നത്, പപ്പേനെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റും. ഞാൻ മാറ്റിയെടുത്തിരിക്കും എന്നും പറഞ്ഞ് അലീന അവിടുന്ന് എണീച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറഞ്ഞ ആ വാക്കുകളും ലാലിച്ചിന്റെ മനസ്സിന് മുറിവാവുന്നുണ്ട്. കാരണം പട്ടിണി കടന്നു 23 വർഷത്തില് പലതവണ ചെറുപ്പത്തിലൊക്കെ എന്റെ മകൾ അവിടെ പട്ടിണി കടന്ന് ജീവിച്ചിട്ടുണ്ട് എന്നൊക്കെ ആലോചിക്കുമ്പോ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങള് ഓർത്ത് എപ്പോഴും കുറ്റബോധം അവതക്കെട്ടിച്ചായന്റെ മനസ്സിലുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ അലീനേനെ അവോളം സ്നേഹം നൽകിയിട്ടായിരിക്കും ആ വീട്ടിലുള്ളവര് സ്നേഹിക്കാട്ടോ. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡ്സ് ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്